വാർദ്ധക്യം ഒരു തെറ്റല്ല, കുറ്റവുമല്ല. നമ്മുടെ മാതാപിതാക്കൾ കൊണ്ട് വെയിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണലിനും തണുപ്പിനും പിന്നിൽ. അതുകൊണ്ട് തന്നെ ജീവിത സായാഹ്നത്തിലേക്ക് കടക്കുന്ന ഇവർക്ക് താങ്ങും തണലുമാകേണ്ടത് മക്കളായ നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. പ്രായമായവരെ വൃദ്ധസദനങ്ങളിൽ തള്ളുന്ന മക്കൾ, നമുക്കും നാളെ ഈ വിധിയാണ് വരേണ്ടത് എന്ന് ഓർക്കേണ്ടതാണ്. പ്രായമായവരെ മാറ്റി നിർത്തിക്കൊണ്ടല്ല, ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഓരോ ആഘോഷങ്ങളും നാം കൊണ്ടാടേണ്ടത്. നിരാശാബോധവും ഏകാന്തതയും ഒറ്റപ്പെടലുകളും കൊണ്ട് വീർപ്പുമുട്ടുന്ന ഒരുപാട് മാതാപിതാക്കൾ നമുക്ക് ചുറ്റിലുമുണ്ട്. മാറ്റം കാലത്തിന്റെ അനിവാര്യതയാണ്. നമുക്കുമാവാം ഈ ഓണക്കാലം മാറ്റത്തിൻ്റെതാവട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ മാവേലി മന്നനെ നമുക്ക് വരവേൽക്കാം. ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും സന്തോഷത്തിന്റെയും മഹോത്സവമായ ഈ ഓണനാളിൽ ഓണദിനാശംസാ സ്കിറ്റുമായി കൂട്ടുകാർ. ജാനകി, 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 എന്താ ഇവിടെ വന്ന് മാറി നിൽക്കുന്നത്? ഒന്നുമില്ല, വെറുതെ നിന്നതാ. എന്താ ജാനകി, കരയുകയാണോ? എന്ത് പറ്റി ജാനകി? എവിടെ നിന്നോ ഓണപ്പാട്ട് കേട്ടു. നാളെ തിരുവോണമാണെന്നാ തോന്നുന്നേ. ഓരോന്നോർത്തപ്പോ സങ്കടം വന്നു. നമ്മുടെ സന്തോഷങ്ങളും ആഘോഷങ്ങളുമെല്ലാം ഇവിടെ തീർന്നു. എല്ലാം ഈ വൃദ്ധസദനത്തിന്റെ 4 ചുവരുകളിൽ ഒതുങ്ങിത്തീരും. കഴിഞ്ഞ ഓണത്തിൽ ഞാൻ എൻ്റെ മക്കളെ പ്രതീക്ഷിച്ചു. എന്നെ കൂട്ടിക്കൊണ്ടുപോകുമെന്നും എൻ്റെ സ്വന്തം വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്നുമൊക്കെ. വെറുതെ ആഗ്രഹിക്കാമെന്ന് മാത്രം. ആരും ഒന്ന് കാണാൻ പോലും വരുന്നില്ലല്ലോ എന്നോർക്കുമ്പോഴാണ് ശരിക്കും സങ്കടം വരുന്നത്. ഞാനും പ്രതീക്ഷിച്ചു കഴിഞ്ഞ ഓണത്തിന് മക്കൾ വരുമെന്നും കൂട്ടിക്കൊണ്ടുപോകുമെന്നും. എല്ലാ ദിവസവും വേണ്ട, ആഘോഷങ്ങൾക്ക് മാത്രം സ്വന്തം വീട്ടിൽ നിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മക്കൾക്ക് നമ്മുടെ സ്വത്ത് മാത്രം മതി. എത്ര സന്തോഷകരമായിരുന്നു ആ പഴയ നാളുകൾ. ഓരോ ഓണത്തിനും പൂക്കളും ഒരുക്കുന്നതും സദ്യ ഉണ്ടാക്കുന്നതും ഓണക്കോടി ഉടുക്കുന്നതും ഒക്കെ എത്ര പേർക്ക് വെച്ചു വിളമ്പി. എൻ്റെ മകന് എന്നോട് എന്ത് സ്നേഹമായിരുന്നെന്നോ. ഞാൻ ഭക്ഷണം വാരി കൊടുക്കുന്നതായിരുന്നു അവനിഷ്ടം. എന്നെയായിരുന്നു അവൻ ഏറെ ഇഷ്ടം. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. അതിനൊക്കെ എങ്ങനെയാണ് നഷ്ടമായത്? ഓർക്കുമ്പോ എന്റെ ഹൃദയം തകരുന്ന പോലെ തോന്നുന്നു. ജാനകിക്കൊരു വിസിറ്റർ ഉണ്ട്. വിസിറ്ററോ? ആരാണ് ഈ സമയത്ത് എന്നെ കാണാൻ? അമ്മേ. മോനെ, നീയോ? നീ എന്താ ഇപ്പൊ വന്നത്? അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം. ഈ ലോകത്ത് എത്ര സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും അമ്മയില്ലാതെ ഒരു ജീവിതം വ്യർത്ഥമാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം അമ്മ ക്ഷമിക്കണം. അമ്മ എന്നോടൊപ്പം വീട്ടിലേക്ക് വരണം. നിന്റെ തെറ്റുകൾ മനസ്സിലാക്കി ആത്മാർത്ഥതയോടെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ നിന്നോടൊപ്പം വരാം. പക്ഷേ എൻ്റെ കൂടെ ഇവരും ഉണ്ടാകും. നീ എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയ നാൾ മുതൽ എൻ്റെ ദുഃഖത്തിലും സുഖത്തിലും എനിക്ക് താങ്ങും തണലുമായി നിന്ന് ഇവരെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടും വരില്ല.
നിന്നെ പോലെ മാനസാന്തരം വന്ന് ഇവരുടെ മക്കൾ വിളിച്ചുകൊണ്ട് പോകുന്നത് വരെ ഇവരും നമ്മോടൊപ്പം പോരട്ടെ. എനിക്ക് സമ്മതമാണ്. ഇത്രയും നാളും ഞാൻ നഷ്ടപ്പെടുത്തിയ സ്നേഹം മൂന്നമ്മമാരും കൂടെ തരുമല്ലോ. വരൂ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഈ ഓണം നമുക്ക് ഒന്നിച്ചാഘോഷിക്കാം. വരൂ അച്ചമ്മേ, അച്ചമ്മയ്ക്ക് ഞങ്ങൾ വീട്ടിലൊരു നല്ല ഓണവിരുന്ന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. വരൂ, നമുക്ക് പോകാം. തിരുവോണരാവ് വിരിയും കിനാവ് ഇടനെഞ്ചിൽ കേൾക്കും പൂവി പൊലിമേളും. തിരുവോണരാവ് പൊന്നിൻ നീരാവ് നാടാകെ പൂവേ പൂവി പൊലിമേളും. ഉത്രാടപ്പൂവിൻ കവിളിലഴകിലൊരു പൂത്തുമ്പി പെണ്ണിൻ പൂമുത്തമായി മാവേലി നാടിൻ എവിടെ നിന്നോ ഒരു ചെണ്ടകൊട്ട് കേൾക്കുന്നുണ്ടല്ലോ. പുലിക്കളി ഇങ്ങെത്തി.